വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ല, ഇന്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള 5th ക്ലാസ് ആണിത്. അപ്പോൾ എന്താണ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളവരാണെങ്കിൽ ബിഗിനേഴ്സിന്റെ ക്ലാസ് ആണ് കാണേണ്ടത്. ബിഗിനേഴ്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകമായി പറയട്ടെ, ഇത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ക്ലാസ് അല്ല, നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2 കണക്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വെൻ, പിന്നൊന്ന് വൈൽ. ഈ കാര്യങ്ങളൊക്കെ മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വെൻ എന്താ വൈൽ എന്താന്നൊക്കെ. എന്നാലും ഇന്ന് ഒന്നുകൂടെ എക്സാമ്പിൾ സഹിതം ഞാൻ ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. അപ്പൊ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വെൻ എന്താ വൈൽ എന്താന്നുള്ളത്. അതായത് വെൻ വൈൽ ഇത് രണ്ടും 2 കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. വെൻ ഉപയോഗിക്കേണ്ടടുത്ത് വെൻ ഉപയോഗിക്കണം, വൈൽ ഉപയോഗിക്കേണ്ടടുത്ത് വൈൽ ഉപയോഗിക്കണം. അപ്പോൾ വെൻ എന്നുള്ളത് ഒരു കാര്യം സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്നാണ് വെൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വെൻ എന്നുള്ളതിന് ഒരു പോയിന്റ് ഓഫ് ടൈം ഇല്ല. പക്ഷെ വൈൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സമയത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾസിലൂടെ വിവരിക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ കുക്ക് ചെയ്യായിരുന്നു എന്ന് പറയാൻ വെൻ ഐ അറൈവ്ഡ് ഹോം മൈ മദർ വാസ് കുക്കിംഗ്. അപ്പോൾ ഈ കാര്യം നമുക്ക് വൈൽ വെച്ച് പറയാൻ പറ്റുമോ? വൈൽ വെച്ച് ഇത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. അതായത് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അമ്മ വീട്ടിൽ ഇങ്ങനെ കുക്ക് ചെയ്യായിരുന്നു എന്ന് പറയാനാണ് നമുക്ക് വൈൽ ഉപയോഗിക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ, എത്തുന്ന ആ സമയത്ത് എന്ത് സംഭവിക്കുകയായിരുന്നു? അമ്മ കുക്ക് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ വൈൽ എന്താ? 2 കാര്യങ്ങളും ഒരേ സമയത്തായിരിക്കണം സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വൈൽ ഹി വാസ് ടോക്കിംഗ് ഷീ ലിസൺ കെയർഫുള്ളി. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അതായത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ശ്രദ്ധാപൂർവ്വം അത് കേട്ടു. അപ്പൊ ഇവിടെ ടെൻസിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ വെൻ വരുമ്പോൾ നമ്മൾ ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ വൈൽ വരുമ്പോൾ ING ഫോം തന്നെ ഉപയോഗിക്കണം. കൂടുതലായിട്ടും പാസ്റ്റിൽ 2 കാര്യങ്ങൾ പറയാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങൾ പറയാനായിട്ട്, അതായത് ഫ്യൂച്ചറിലെയോ പ്രസന്റിലെയോ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഈ വെന്നും വൈലും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വെൻ ഷീ കോൾഡ് ഐ വാസ് ടേക്കിംഗ് എ ഷവർ. അപ്പോൾ ഇവിടെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അവൾ വിളിച്ചപ്പോൾ ഐ വാസ് ടേക്കിംഗ് എ ഷവർ. വെൻ ഷീ കോൾഡ് I was taking a shower. When the bell rang, the students entered the classroom. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? വെന്നിനൊപ്പമുള്ള സെന്റൻസിലും ING ഫോം ഇല്ല, വെൻ കഴിഞ്ഞിട്ടുള്ള സെന്റൻസിലും ING ഫോം ഇല്ല. അങ്ങനെ വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെക്കാം. വൈൽ എന്നുള്ളതിന് മാത്രമാണ് ING ഫോം നിർബന്ധം. അതായത് വൈലിനൊപ്പം എപ്പോഴും ING ഫോം തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ when the bell rang, the students entered the classroom. ഞങ്ങൾ പുറത്തു പോയപ്പോൾ it started raining. When we went outside, it started raining. When we went outside, it started raining. When I was young, I used to play in the park. അപ്പോൾ ഇവിടെ used to എന്നുള്ളത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ്. I used to play, അതായത് ഞാൻ കളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. used to play in the park, പാർക്കിൽ കളിക്കാറുണ്ടായിരുന്നു. When I was young, when I was young, I used to play in the park. ഇനി നമുക്ക് while വെച്ച് പറഞ്ഞു നോക്കാം. While I was reading a book, my sister was watching TV. ഇവിടെ 2 ING ഫോം വെക്കാം, വേണമെങ്കിൽ വെക്കാം, അത് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, While I was reading a book, my sister watched TV. അങ്ങനെ പറഞ്ഞാലും ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഒരേ സമയത്ത് തന്നെ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് while വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത്. While I was reading a book, my sister watched TV. While she was cooking, her phone rang. ഇവിടെ when വരുമ്പോൾ ഇതെങ്ങനെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ when her phone rang, she was cooking. ഇവിടെ അർത്ഥം വരുന്നത് ആ ഫോൺ റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിങ് ചെയ്യുന്ന സമയത്ത് when the phone rang,
റിങ് ചെയ്യുന്ന സമയത്ത് ഷീ വാസ് കുക്കിംഗ്. ഷീ വാസ് കുക്കിംഗ്. വെൻ ദ ഫോൺ റാങ് ഷീ വാസ് കുക്കിംഗ്. ഇനി ഇത് വൈൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയും? വൈൽ ഷീ വാസ് കുക്കിംഗ്. അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ ഫോൺ റാങ്. ഫോൺ ബെല്ലടിച്ചു. മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിന് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഐ സോ ആൻ ആക്സിഡന്റ്. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഐ സോ ആൻ ആക്സിഡന്റ്. വൈൽ വി വർ സ്ലീപ്പിംഗ് someone knocked on the door. While we were sleeping, someone knocked on the door. While the teacher was explaining, the students were taking notes. While the teacher was explaining, the students were taking notes. While my father was reading newspaper, I was making tea. While my father was reading newspaper, I was making tea. While the baby was sleeping, mother cleaned the room. While baby was sleeping, the mother cleaned the room. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് വൈൽ എന്ന് വെക്കുമ്പോൾ ഒരു പ്രത്യേക സെൻറ്റൻസ് സ്ട്രക്ചർ കൂടിയുണ്ട്. അതായത് ഈ രണ്ട് ആക്ഷനാണ് വൈൽ വെച്ച് പറയാന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് ആക്ഷനും ചെയ്യുന്നത് ഒരേ സബ്ജക്റ്റ് ആണെങ്കിൽ വൈലിനൊപ്പം ആ ഒരു വേർബിന്റെ ING ഫോം മാത്രം വെച്ചാൽ മതിയാകും. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ പറയാൻ വൈൽ കുക്കിംഗ് ഐ ടേസ്റ്റഡ് ദ ഫുഡ്. ഇവിടെ ശരിക്കും എങ്ങനെ പറയണം? വൈൽ ഐ വാസ് കുക്കിംഗ് ഐ ടേസ്റ്റഡ് ദ ഫുഡ്. അങ്ങനെയാണ് ശരിക്കും സെന്റൻസ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, വൈൽ കുക്കിംഗ് ഐ ടേസ്റ്റഡ് ദ ഫുഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഒരേ സബ്ജക്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തത്. ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തത്, ഞാൻ തന്നെയാണ് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും. അപ്പോൾ വൈൽ കുക്കിംഗ് ഐ ടേസ്റ്റഡ് ദ ഫുഡ്. വൈൽ ഡ്രൈവിംഗ് ഐ സോ ഹെർ. വൈൽ ഡ്രൈവിംഗ് ഐ സോ ഹെർ. വൈൽ സ്റ്റഡിയിങ് ഷീ ലിസൺ ടു മ്യൂസിക്. വൈൽ സ്റ്റഡിയിങ് ഷീ ലിസൺ ടു മ്യൂസിക്. വൈൽ വാക്കിംഗ് ടു സ്കൂൾ ഐ മെറ്റ് മൈ ഫ്രണ്ട്. വൈൽ വാക്കിംഗ് ടു സ്കൂൾ I met my friend. While waiting for the bus, she read a book. While waiting for the bus, she read a book. അപ്പോൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്യുന്ന ആരാന്ന് മനസ്സിലായല്ലോ? ഷീ. അതുകൊണ്ടാണ് ഷീ റെഡ് എ ബുക്ക് എന്ന് പറഞ്ഞത്. ഇനി ഈ ടെൻസ് എങ്ങനെ മാറ്റാന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് പാസ്റ്റ് ടെൻസ്. അതായത് വെൻ വെച്ച് എങ്ങനെ പറഞ്ഞു? വെൻ ഐ entered the room, they stopped talking. അവർ സംസാരം നിർത്തി. When I entered the room. When I entered the room, they stopped talking. While I was reading, the lights went off. While I was reading, the light went off. അപ്പോൾ ഇത് രണ്ടും ഏത് ടെൻസിലാണ്? പാസ്റ്റിലാണ്. അതായത് കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. I listen to music when I study. ഞാൻ പഠിക്കുമ്പോൾ I listen to music. I listen to music when I study. While she is cooking, she watches TV. അവൾ TV കാണാറുണ്ട്. While she is cooking, she watches TV. When you arrive, I will call you. ഇവിടെ ഫ്യൂച്ചർ ആണ്. പക്ഷെ ഫ്യൂച്ചർ വെച്ചാലും വെന്നിനടുത്ത് ഏതാണ് വെച്ചത്? സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഫ്യൂച്ചറിലെ കാര്യം പറയാൻ വെന്നിനടുത്ത് സിമ്പിൾ പ്രസന്റ് ആണ് വരേണ്ടത്. പിന്നെ പ്രസന്റിലെ കാര്യം പറയാനോ അപ്പോഴും വെന്നിനടുത്ത് സിമ്പിൾ പ്രസന്റ് തന്നെയാണ് വരേണ്ടത്. When you arrive, I will call you. While I am traveling, I will take photos. ഞാൻ ഫോട്ടോസ് എടുക്കും. While I am traveling. While I am traveling, I will take photos. അപ്പോൾ ഇത്രയേ ഉള്ളൂ when, while ഇത് രണ്ടും. അപ്പോൾ ഈ when, while ഇത് പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളിലെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് to, by the time, പിന്നെ before, after. ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ഈ ഹാസ് ബീൻ വെയിറ്റിംഗ് എന്നുള്ളതിൻ്റെ മീനിങ് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും അറിയാലോ. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ടു നോ ദ റിസൾട്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് അതിൻ്റെ മീനിങ്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ടു നോ ദ റിസൾട്ട്. ഈ ടു എന്നുള്ള ക്ലാസ് കാണാത്തവർ അത് കാണാം. ഞാൻ ഈ ടു, ബൈ ദ ടൈം, ബിഫോർ, ആഫ്റ്റർ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ by watching videos on his mobile. He has been waiting for her by watching videos on his mobile. By the time she reached, he left the mall. By the time
she reached, he left the mall. Before waiting her, he informed her about the way to the mall. Before waiting her, he informed her about the way to the mall. After leaving the mall, he started walking alone on the road. After leaving the mall, he started walking alone on the road. ഇനി അടുത്തത് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ. ഇത് റിവിഷൻ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ പറഞ്ഞു നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാരഗ്രാഫാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. I had to reach the office by 10 a.m. By the time I woke up, my mother had already prepared breakfast. After finishing breakfast, I rushed to get ready. To reach the office on time, I decided to take an auto. When I finally reached the office, the meeting had just started. Before sitting down, I apologized for being late. While I was attending the meeting, my phone rang. My phone was on silent mode. So, before my boss saw it, I cut the call. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞതിൽ ഏതിൻ്റെയെങ്കിലും മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ പാഠഭാഗങ്ങളും എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുക. എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അന്നന്ന് നടന്ന കാര്യങ്ങളോ അതൊക്കെ ഒരു ഡയറി ആയിട്ടോ ഒക്കെ ഒന്ന് എഴുതി നോക്കുക. ഇംഗ്ലീഷിൽ എഴുതി നോക്കുക. അത് നമ്മുടെ ഫ്ലുവൻസിയെ മെച്ചപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പ്രാക്ടീസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.